രാജീവേ സാർ, അപ്പം നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇനി ആ നാറീനെ പൂട്ടിയതിന് ശേഷം ഇവിടുന്ന് പുറത്തിറങ്ങും. ഞാൻ പറഞ്ഞല്ലോ സർ, അപ്പന് സുഖമില്ലാത്തതുകൊണ്ട് ഇനി വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയത്. നിനക്ക് വേറെ ജോലി കിട്ടിയിട്ട് പോയെന്നാണല്ലോ നീ ബാക്കിലോട് പറഞ്ഞേക്കുന്നേ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. സത്യം പറയടി, നിനക്ക് മേപ്പയിലുള്ള ഷാ എന്നുള്ള ഒരുത്തിനായിട്ട് ചുറ്റികളി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, വിളിക്കുമ്പോൾ വരണം. പറയൂ. ஜன்பகாக்காக்கு கொஞ்ச நாளாவே என்னமோ கவலை இருந்தது. அவ எனக்கு ஃபோன் பண்ணும்போதெல்லாம் அப்படியே தோணுச்சு. ஏதோ ஒரு ஜோசியக்காரன் என்னமோ சொன்னான்னு அழுதுகிட்டே இருந்தா. ജോത്സൻ എന്തു പറഞ്ഞു? அது 52 வயசு வரைக்கும் அவளுக்கு ஆயுசாம். ஒரு ஆளு வீட்டுல அவளை கொல்லுமா. போலீஸ் தேடினா கூட கொலை பண்ண ஆளை பிடிக்க முடியாதுன்னு ஜாதகத்தை பார்த்த ஒரு ஜோசியர் சொன்னாரா. அப்படி சொன்னதுக்கு அப்புறம் 14வது நாள் தான் இப்படி நடந்துச்சு. സാറേ, അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. വയസ്സ് 50 കഴിഞ്ഞതല്ലേ, തനിച്ച് താമസിക്കുകയല്ലേ, സൂക്ഷിക്കണം. ജാതകത്തിൽ ചിലത് മോശമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. സാറേ, ജാതകത്തിൽ ശരിക്കും അങ്ങനെ കണ്ടു കാണുമോ സാറേ? സാറേ, ഞാൻ അവരുമായിട്ട് റോഡിൽ വഴക്കുണ്ടാക്കിയെന്നുള്ളത് നേരാ. പണ്ട് കുറച്ച് പൈസ കടം തന്നിരുന്നു, പലിശയുടെ പ്രശ്നം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സാറേ. അവരെൻ്റെ കടയിൽ നിന്നാണ് അരിയും ഉഴുന്നും ഒക്കെ സാധാരണ മേടിക്കാറ്. കാശിൻ്റെ കാര്യത്തിന് ഇടയ്ക്ക് വല്ലപ്പോഴും കണക്ക് പറയാനോ മറ്റോ ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ അവരെ ഫോൺ വിളിക്കുക ശല്യപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല സാറേ. നീ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ അത് ആരെങ്കിലും നിന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചാണോ? അത്ര അറിഞ്ഞാൽ മതി. അയ്യോ സാർ, അന്ന് രാത്രി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൂടിയില്ല. അന്ന് രാത്രി ജോലി സമയത്ത് ഒരു ചുവന്ന ബനിയനല്ലേ ഇട്ടിരുന്നത്? അത് സാറേ, എനിക്ക് ഹോട്ടലിലെ ക്ലീനിങ്ങിന് ആകെ ഒരു ചുമന്ന ബനിയനുള്ളൂ. ആ ഭാസ്കരന് നിന്നോട് വല്ല വിരോധമുണ്ടോ? ഇല്ല, ഞാൻ അടുത്ത് മിണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അയാൾ ഉറപ്പിച്ച് പറയണത് നീ കത്തിയെടുത്ത് അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോണോ കണ്ടു എന്നാണല്ലോ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അയാൾ നുണമാണ് സാറേ, എനിക്കറിയില്ല സാറേ. സത്യം എനിക്കൊന്നും അറിയില്ല സാറേ, നുണമാണ് സാറേ അയാൾ. അയാൾ നുണ പറയണതാണെന്ന് നീ പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ നുണ പറയണതല്ല എന്ന് ആര് പറയണത് കേട്ട് വിശ്വസിക്കും? സാറേ, സത്യം സാറേ, ചെയ്തിട്ട് സാറേ, നുണ പറയണ സാറേ. ചെല്ല്. നീ അക്കൻ്റെ അടുത്ത് രാത്രി ചെല്ലാറില്ലേ? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മളിങ്ങനെ താല്പര്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആന്തര, നീ എടുത്ത പൊങ്ങൂല്ലേ? എടുത്താ പൊങ്ങാത്തത്ര കനമൊന്നും അതിനില്ല സാറേ. പിന്നെ നമ്മളെന്ത് പറയാനാ സാറേ, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. നമുക്കൊക്കെ ഈ ചത്ത് കരക്കിടക്കുന്ന സ്ലാബ് പോലുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ. വാല് പോലും പിടയ്ക്കില്ല. അപ്പോൾ ഭാസ്കര, നിനക്ക് കിട്ടണില്ലെങ്കിലും വേറെ ആരെങ്കിലും അവിടെ കയറി നിരങ്ങുന്നുണ്ടോ? ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ ശരി, ഞാൻ പറയില്ല. എന്ത് വന്നാലും ഞാൻ പറയില്ല. സാറിന് എന്ത് തന്നാലും ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. അതെന്താ ഭാസ്കര അങ്ങനെ ഒരു കടുംപിടുത്തം? കാരണം നമുക്ക് കിട്ടാത്ത സാധനം വേറൊരുത്തൻ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് അസൂയ കുശുമ്പെന്നൊക്കെ. ഞാൻ അത്രക്കാരനല്ലേ, എനിക്ക് അസൂയയും കുശുമ്പൊന്നും ഇല്ല സാറേ. എന്നാലും ഇപ്പോൾ ഭാസ്കരൻ എന്താ അത്ര ഉറപ്പ്? കണ്ണുകൊണ്ട് കാണണമല്ലേ സാറേ. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാരെയാ. ഇവൻ എപ്പോൾ വന്നു എപ്പോൾ പോകണമെന്ന് ആർക്കറിയാം? ആരെങ്കിലും ചോദിച്ചാൽ അവന് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ വന്നു. ആർക്കും അറിയില്ലേ ഇവൻ്റെയൊക്കെ ഇഡ്ഡലി എടുക്കൽ എന്താന്ന്. ഈ ഇഡ്ഡലിയുടെ കൂടെ അവൻ എന്ത് ചമ്മന്തിയാ കൂട്ടിക്കടിക്കുന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞ കുറ്റം അസൂയ. ഞാനല്ല സാറേ, ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട.
ഞാൻ പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞോളാം. നീ അവരെ വച്ചോണ്ടിരിക്കുന്നല്ലടാ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ആറ്റം പീസ് തന്നെയല്ലേ? വേണ്ടെന്ന് പറയരുത് സാറേ, നേരി പറഞ്ഞപ്പോ അവന് ദേഷ്യം വരുന്ന കേട്ടോ. നിനക്ക് എത്ര വയസ്സാടാ? എന്താ നിനക്ക് നിന്റെ വയസ്സറിയില്ല? പറയടാ. ചെമ്പകമ്മാൾ മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഒരു രാത്രി 9 മണിക്ക് ശേഷം നീ അവരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ശരിയല്ലേ? നീ അവരെ എവിടെ കൊണ്ടുപോയിട്ടാ? സാറേ, അവരെൻ്റെ അമ്മേനെ പോലെ സാർ. അമ്പലത്തിൽ ഉത്സവത്തിന് രാത്രി കൂട്ടിന് വരുമെന്ന് എൻ്റെ അടുത്ത് ചമ്പമ്മ ചോദിച്ചാ. വേറെ ആരും കൂട്ടില്ലാത്തോണ്ട് എന്നെ വിളിച്ച്. ഞാൻ ഷെഫിനോട് പറഞ്ഞ് രാത്രി ഡ്യൂട്ടിന്ന് ലീവ് എടുത്തിട്ടാ അന്ന് അമ്മേനോട് പോയത്. അവരെ ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ പരിചയമുണ്ടായിരുന്ന ആരും അന്ന് കച്ചേരിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടാ അമ്മ എന്നെ കൊണ്ടിട്ട് പോയത്. സർ, തനിക്ക് ആ കേസ് ഒന്ന് ഡാമേജ് കൺട്രോളായിട്ട് 15 ദിവസം എന്ന് പറഞ്ഞ 15 ദിവസമാണ്. സർ. സൈമൺ, മറ്റൊരുത്തിനെ തനിക്ക് ഇതൊരു കിട്ടിയില്ലണം. സർ. എത്ര എണ്ണത്തിനെ കെട്ടി തൂക്കിയിട്ടാണെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ സർ. ആൻഡ് യു മസ്റ്റ് ഗോ ഓൺ ദ മോസ്റ്റ് കൺവീനിയന്റ് ഫിറ്റ്, ബട്ട് ദ ക്യാച്ച് ഷുഡ് ബി പെർഫെക്റ്റ്. കേട്ടോ? അജയ, പോലീസുകാർ നിന്നെ അടിച്ചോടാ? ഇല്ല, അവര് ചോദിച്ചതിനൊക്കെ ഞാൻ അറിയാവുന്നത് പറഞ്ഞു. നാട്ടിലുള്ള എല്ലാവർക്കും അവരിന്ന് തോനെ തെറിയിട്ടുന്നുണ്ട്. നമ്മുടെ പലചരക്കടയിൽ ആ പവിത്രേട്ടനില്ലേ, അയാൾക്ക് കിട്ടി തെറിയുടെ കഥ കേട്ടപ്പോണ്ടല്ലോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. അവരാരും പോലെ അല്ല ഞാൻ. എന്നെപ്പോലെ ഒരാൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും. കുറ്റം ചെയ്തിട്ടൊന്നുമല്ല, തൂക്കാമ്പരയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ? അറിയാതെ കാലൊന്നും എഴുതിപ്പോയാൽ താങ്ങാൻ ആരും ഉണ്ടാവില്ലോ എന്നുള്ള പേടി. ആ പേടിയൊക്കെ കളയാ ചെയ്യാ, ഞങ്ങളൊക്കെ ഇല്ലേ? ഒരു പ്രശ്നം വന്ന ആരും ഉണ്ടാവില്ല, ഒക്കെ വെറുതെ പറയാ, അനുഭവിച്ചാലേ അറിയുള്ളൂ. നീ അങ്ങനൊന്നും കരുതല്ലേ, ഞാനുണ്ട് കൂടെ, കട്ടയ്ക്ക് സപ്പോർട്ട്. പോരെ? വിശ്വാസമായില്ല അല്ലേ? കണ്ണടക്കി അടക്കി. സാർ, കിട്ടിയ ഇൻഫർമേഷൻസ് കറക്റ്റാണ് സാർ. കരുനാപ്പള്ളിയിലെ ഹോസ്പിറ്റലിൽ ആരോ പെറ്റിട്ടിട്ട് പോയതാ. ഒരു നേഴ്സാണ് എടുത്ത് വളർത്തിയത്. അലമ്പായിരുന്നു കക്ഷി. പള്ളിപ്പുറത്തുള്ളൊരു ഐസ്ക്രീം പാർലർ അവൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ മുമ്പ് മുളന്തുരുത്തിൽ ഒരു ചെറിയ കുത്ത്. ഒന്നും ഇതുവരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരാൾ തന്നെ സാർ ഇയാൾ. പെർഫെക്റ്റ് ക്യാച്ച്. എനിക്ക് സംശയമില്ല, അതവൻ തന്നെയാ. സാറേ, ഇവനാ സമീർ, പന്തല് പണിയാ, അജയന്റെ കൂട്ടുകാരനാ. ഇങ്ങോട്ട് വാടേ. ഈ അജയൻ നിന്റെ കൂടെ പന്തല് പണിക്ക് വരാറുണ്ടോ? പണ്ടൊക്കെ വരാറുണ്ടാണ് സാറേ, ഇപ്പം ഈ ഹോട്ടലിൽ പോയി പിന്നെ വരാറില്ല. ഓ, അപ്പൊ പണിയൊക്കെ അറിയാം. ഈ വീടിന്റെ മുകളിൽ കയറിയിട്ട് ഓടടക്കാനുള്ള വിദ്യയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൻ കുറച്ചു കാലം ജുവനൈൽ ഹോമിൽ കിടന്നിട്ടില്ലേ? കളവ് കേസില്ല? കളവിനൊന്നുമല്ല സാറേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോ പിടിച്ച് ചിൽഡ്രൻസ് ഹോമിൽ ആക്കിയതാ. ഓ, അപ്പൊ അവൻ ആ വീട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടോ? ഇല്ല, ഇപ്പം ഹോട്ടലുകാർ കൊടുത്ത മുറിയിലാണ് താമസിക്കുന്നത്. അവന് ലേശം കഞ്ചാവിന്റെ പരിപാടിയുണ്ട് സാറേ. ഇടയ്ക്ക് ഗോവയ്ക്ക് പോകാറുണ്ട്. ഉണ്ടോ? എനിക്കറിയില്ല സാറേ. മയക്കുമരുന്ന് കൊണ്ട് നടക്കുന്നവരൊക്കെ പോലീസുകാർ ചോദിച്ചാൽ ഉടനെ അതങ്ങ് സമ്മതിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നതാണ് നീ കരുതിയത്? അല്ലാതെ ഞാനാ പണിക്ക് പോകുന്ന ആളല്ല സാറേ. നീ നടക്കണില്ലെങ്കിലും നിന്റെ കൂട്ടുകാരന്മാർ വേണ്ടാതിനും ചെയ്താൽ മറുപടി പറഞ്ഞു വരില്ലേ?
കൂട്ടുകാരൻ പ്രതിയായ നീ കൂട്ടുപ്രതിയാവില്ലേ സമീറെ? പറയടാ. സാറേ, ഈ താജുദ്ദീൻ നിങ്ങളെ കൂടുതലുണ്ടോ? ഇല്ല സാറേ, വീട്ടിൽ കാണും. അവൻ്റെ വീട് എവിടെ? വീട് ഇവിടെ അടുത്താ സാറേ. ഇച്ചിരി മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് പോകണം. ആ വയലിനക്കരെ മൺറോഡാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നമൊന്നുമില്ല, കണ്ടോളാം. അവന്മാരെന്തിനാ താജുദ്ദീനെ അന്വേഷിക്കുന്നത്? പോലീസുകാർ ഇന്നലെ സമീറിനെ കൊണ്ടുപോയി. സമീറിനെയും കൊണ്ടുപോയോ? എടാ, ഇതെന്തോ പ്രശ്നമാണ് കേട്ടോ. ഓരോരുത്തരും കാര്യം ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചത് അവർ പറഞ്ഞില്ല. പിന്നെന്താ ചോദിച്ചത്? അവർ വഴി ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇത് പ്രശ്നമാവോ? ഇപ്പൊ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. പോലീസുകാർ വെറുതെ പറയുന്നതായിരിക്കും. മംഗളാത്ത് പോയെ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തേ? അവരെന്നെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആര്? ആ പോലീസുകാർ. ഇനി നീ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. എടാ, നീ ഒരു പണിയേ. നാളെ രാവിലെ ചന്തയിൽ മീൻ വിൽക്കണ കുഞ്ഞിക്കയില്ലേ, പുള്ളി എടുത്ത് വന്നേക്ക്. എവിടെ പോവാനാ? രാജാക്കട്ടി ഷബീറുണ്ട്. ഞങ്ങൾ നിന്നെ ഇവിടെ സേഫായിട്ട് എത്തിക്കാം. ദേ, കണ്ട ഒരു യാത്ര പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. പോയിട്ട് വാ. എൻ്റെ കൂടെ നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വരാം, ഞാൻ വരാം. ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയട്ടെ. നീ നമുക്ക് പറ്റിയൊരു താമസ സ്ഥലവും എനിക്കിവിടെ ചെയ്യാൻ പറ്റിയൊരു ജോലിയും കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ ധൈര്യമായിട്ട് പൊക്കോ. ആ ചെമ്പമാലിൻ്റെ സ്നേഹം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവർ നിന്നെ കാക്കും. ഞാൻ പോരാക്കാം. താജുദ്ദീൻ എവിടെ? അവൻ വന്നില്ലേ? നീ അവരുടെ മുങ്ങി അടക്കണല്ലേടാ. മുങ്ങി നടക്ക്. ആരുടെ? പോലീസുകാരേന്ന്. പോലീസുകാരൻ? നിങ്ങൾ എന്തേ പറയുന്നത്? ഹോട്ടലിൽ നിന്ന് പോന്ന ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്താ. പിന്നെ ലീവ് നീ അവരുടെ കാശടിച്ച് മാറ്റില്ല. ഞാൻ കാശടിച്ച് മാറ്റിന്നോ? ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, നിന്നെ ഉറപ്പായിട്ട് അമാര് പോക്കും. ആര്? അഷ്റഫിക്ക? അല്ലടാ, പോലീസുകാര്. താജുദ്ദീൻ നീ കട്ടതിനൊന്നുമല്ല, കൊന്നതിന്. ചെമ്പകമാലിനെ കൊന്നതിന്. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാണ് പോലീസുകാർ വട്ടം ചുറ്റി നടന്ന ആൾക്കാരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നേ? എടാ, എല്ലാം തെളിഞ്ഞു. എന്തെളിഞ്ഞെന്ന്? നീയാണ് അമ്മളെ കൊന്നതെന്ന്. ഞാനാരും കൊന്നിട്ടില്ല. നിന്റെ അമ്മേന്റെ പ്രായമില്ലടാ അവർക്ക്. നിനക്കൊന്നും ആലോചിക്കായിരുന്നില്ലടാ. സമീറ പിടിക്കണം. ഓടും. ഞാൻ ഓടില്ലാതെ വീട്. പോലീസുകാർ ഞങ്ങളുടെ നിന്നെ സംരക്ഷിക്കുന്നത് ഞങ്ങളാന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട് പോലീസ് വന്നാൽ ഞാൻ ഒരാളെ പൊക്കോളാം. നിങ്ങൾ എന്തെങ്കിലും പിടിക്കല്ലേ? ഓർമ്മ വെച്ച കാര്യം പോലെ നിങ്ങൾ എന്നെ കാണുന്നല്ലേ? എന്നിട്ട് എന്നെക്കാൾ വിശ്വാസം നിങ്ങൾക്ക് പോലീസിനാ? ഞാൻ ആരും കൊന്നിട്ടില്ല.
എന്തിനാ സാറേ ആ പാവത്തെ പിടിച്ചോണ്ട് പോണത്? ഇവനാ ചെമ്പകമാളെ കൊന്നത്. അയ്യോ സാറേ, അവ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. അവ ഇവിടെ വളർന്ന പയ്യനാ. എല്ലാ തെളിവുകളും നമ്മളതിലുണ്ട്. എന്താ സംശയം ഉണ്ടോ? വീട്ടിൽ നിന്നെടുത്ത കാശ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. നീ അത് ചെയ്തതിന്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതെങ്ങനെ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഇതിനെല്ലാം നിങ്ങൾ തീരുമാനിക്കാൻ എന്റെ അടുത്ത് ചോദിക്കണതിനാ? രാജീവ്, ഞാൻ ആ ഹോട്ടലിൽ പണിയെടുത്ത് എങ്ങനെയും ജീവിച്ചോട്ടെ. നിങ്ങളെന്റെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. ഇനി എന്തില്ലാണ്ടാക്കാനടാ? വൈക്കത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ രാത്രി വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചെമ്പിൽ മാണിയടുത്ത രാധാനിവാസിൽ അജയൻ എന്ന് വിളിക്കുന്ന അജ്മലിനെയാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് അറസ്റ്റ് ചെയ്തത്. 2015 ജൂൺ 18-നായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ചെമ്പകമ്മാൾ എന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാറ്ററിംഗ് ബിസിനസ് നടത്തി ജീവിച്ചിരുന്ന ചെമ്പകമ്മാൾ തമിഴ്നാട് സ്വദേശിനിയായിരുന്നു. ചെമ്പകമ്മാൾ സ്ഥിരമായി ഭക്ഷണം സപ്ലൈ ചെയ്തിരുന്ന ഹോട്ടലിലെ ജീവനക്കാരനായ അജയൻ അവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. ചെമ്പകമ്മാളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി എന്താ സാർ? അഷ്റഫ് എന്തൊക്കെയാണ് അയാളെവിടെ?
വിളിക്കാം. ഈ ഹോട്ടലിന് വലിയൊരു ചരിത്രം ഉണ്ടല്ലേ? ഞങ്ങളുടെ ബാപ്പ നടത്തിയതാ. ബാപ്പ നടത്തിയത് ഈ ഹോട്ടലല്ലല്ലോ, രാഗം, പഴയ മാർക്കറ്റിന് മുന്നിൽ. അതെ. അത് പൂട്ടിപ്പോയി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ബാപ്പ ജയിലിൽ പോയി കിടക്കാനുള്ള കാരണം മക്കൾക്കറിയില്ല. ആ കാലത്ത് ഞാൻ പഠിച്ചു കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഹോട്ടലിൽ വച്ചിരുന്ന ഇന്ത്യയുടെ മാപ്പിൽ കാശ്മീരിൻ്റെ ഭാഗമില്ല. നാട്ടുകാർ ഹോട്ടൽ അടിച്ചു തകർത്തു. എന്താ ശരിയല്ലേ? സാർ, അതൊക്കെ പഴയ കാര്യമല്ലേ? നാട്ടുകാർക്ക് എന്താ പറഞ്ഞു നടക്കാൻ പറ്റാത്ത? ബാപ്പാനെ കോടതി വെറുതെ വിട്ടതാ സാർ. ഇപ്പോൾ അതൊക്കെ വെറുതെ വലിച്ച് പുറത്തേക്ക് ഇടരുത്. ഞാനായിട്ടൊന്നും ചെയ്യില്ല, പക്ഷെ നിങ്ങൾ തന്നെ അതിന് വഴി ഉണ്ടാക്കരുത്. ഇപ്പോഴത്തെ കാലം ഏതാണെന്ന് അറിയാലോ? ബാപ്പ കാശ്മീരില്ലാതെ കച്ചവടം നടത്തിയ കാലത്തിനേക്കാളൊക്കെ മോശമാണ്. അപ്പോൾ പിന്നെ കൊലപാതകയെ രക്ഷിക്കാൻ നോക്കി, പറഞ്ഞു വിട്ട് കൊല്ലിക്കാൻ നോക്കി എന്നൊക്കെ പേരൊക്കെ വന്നാലോ? പഴയ പ്രേതങ്ങൾക്കൊക്കെ ജീവൻ വയ്ക്കാൻ അധികം സമയം വേണ്ടി വരില്ല. ആലോചിക്കും, ശരിക്കും ആലോചിക്കും. എന്നിട്ട് നാളെ ഓഫീസിൽ ഇയാളും അനിയനും കൂടി വന്ന് മൊഴി വായിച്ച് കേട്ട് ഒപ്പുവെച്ചേക്കും.